നമസ്കാരം എല്ലാവർക്കും. ഓക്കെ, ഞാനിത് ഇടണ്ടാന്ന് വിചാരിച്ചാണ്, പക്ഷെ ചെറിയ റീഡിംഗ് എങ്കിലും ഇടാമെന്ന് വിചാരിച്ചു. ഒരു റിലേഷൻഷിപ്പിൻ്റെ ജനറൽ റീഡിംഗ് പ്ലീസ് കാണുക. കാരണം അതിൽ ന്യൂ മൂണിൻ്റെ എനർജീസ് നിങ്ങൾക്ക് അതിനെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കുന്ന വിചാരിച്ചു. പ്ലീസ് എൻ്റെ റിക്വസ്റ്റാണ്, അത് പോയി കാണും. ഓക്കെ, ഗൈഡൻസിൻ്റെ ഞാൻ ലിങ്ക് ഇടാൻ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. അപ്പം ഓക്കെ, നോക്കാം. ജനറൽ ഗൈഡൻസ് കൂടി കാണാം ഇന്നത്തെ, പ്ലീസ്. ഓക്കെ, ന്യൂ മൂണിൻ്റെ റെമഡീസ് കാര്യങ്ങൾ ലിങ്കും ഞാൻ കൊടുക്കാം, അതുകൂടി ഫോളോ ചെയ്യാം പറ്റുന്നതൊക്കെ. ഓക്കെ, റിലേഷൻഷിപ്പിൽ നോക്കാൻ പോകുന്ന ഈ ന്യൂ മൂൺ അമാവാസി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് ഇഫക്റ്റാണ് കൊണ്ടുവരുന്നത് നോക്കാം. ഒരുപാട് നീട്ടുന്നില്ല. ആക്ച്വലി ഡെക്ക് ഞാൻ രണ്ടും സെയിം ജനറൽ റീഡിങ്ങിന് എടുത്ത അതേ ഡെക്കാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എനർജീസ് എന്തെങ്കിലും മാച്ച് വരുന്നുണ്ടോ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നു ഷഫിൾ ചെയ്യാൻ അങ്ങനെയൊന്നും കിട്ടില്ല. ഓക്കെ, ഈ അമാവാസി ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്? അപ്പോൾ ഇത് അടുത്ത ഒരു 15 ദിവസം വരെ, ഓക്കെ, നമ്മുടെ അടുത്ത ഫുൾ മൂൺ വരെയുള്ള സമയം എന്ന രീതിക്കായിരിക്കും. ഡേറ്റ് ഒന്നും നിങ്ങൾ നോക്കണ്ട. ഓക്കെ, നിങ്ങൾ എപ്പോൾ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് മാച്ച് ആവും, അത് വേറെ കാര്യം. ഓക്കെ, ബട്ട് ന്യൂ മൂണിൻ്റെ സമയത്ത് കാണുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ന്യൂ മൂൺ തൊട്ട് അമാവാസി തൊട്ട് അടുത്ത ഫുൾ മൂൺ വരുന്നവരെ ഈ എനർജീസ് നമുക്ക് പിടിക്കാം. അല്ലെങ്കിൽ അടുത്ത 15 ദിവസം നിങ്ങൾ എപ്പോൾ കാണുകയാണെങ്കിലും നിങ്ങൾക്ക് നെക്സ്റ്റ് 15 ഡേയ്സ് എന്ന രീതിക്ക് നിങ്ങൾ എടുക്കാം. ഓക്കെ, റിലേഷൻഷിപ്പിൽ എന്താണ് മാറ്റങ്ങൾ വരാം, നിങ്ങളുടെ പേഴ്സണൽ ഫീലിങ്സ് ഉണ്ട്, അതിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് നമുക്ക് ഈ 15 ദിവസത്തിൽ കാണാൻ പറ്റുക നോക്കാം. പേഴ്സണൽ ഫീലിങ്സ്. ഓക്കെ, ആദ്യം തന്നെ കാണുന്ന പേഴ്സൺ സ്റ്റക്കായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്കായിരിക്കാം ഇപ്പോൾ കുറച്ചായിട്ട്. ഒരു മൂവ്മെൻറ്റ് ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. നിങ്ങൾക്ക് തോന്നുന്ന പേഴ്സൺ ഒന്നും പറയുന്നില്ല, ഓക്കെ, സ്റ്റക്കായിട്ടിരിക്കുന്നു, സിറ്റുവേഷൻ സ്റ്റക്കാണ്, റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം ഒന്നും എനിക്ക് കാണാനില്ല എന്ന് തോന്നുന്നുണ്ടാവും. ബട്ട് ഇവിടെ അവരുടെ മനസ്സിൽ ഒരു ഫീലിങ്സ് ഉണ്ട് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഓക്കെ, പേജ് ഓഫ് കപ്സ് ആണ്. സോ ഫീലിങ്സ് ഉണ്ട്, അവർക്ക് നിങ്ങളോട് അത് പറയണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അവർ ഇമോഷണൽ ആയിട്ട് ചിന്തിക്കുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു വിക്ടറി കാണുന്നുണ്ട്, എനിക്ക് സക്സസ് കാണുന്നുണ്ട്. അവർക്ക് ആഗ്രഹമുണ്ട് ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഈ റിലേഷൻഷിപ്പിൽ ആക്ഷൻ വേണമെന്ന്. ആക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ദേവയുടെ ആക്ഷൻസ്. ഓക്കെ, ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സക്സസ് വേണം, നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് മുന്നോട്ട് പോകണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ പറയാൻ വന്നത് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നാണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും വരുന്നുണ്ട്. പേജ് ഓഫ് കപ്സും ഉണ്ട്, പേജ് ഓഫ് സോർട്സും ഉണ്ട്. നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടാവാം, സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നിങ്ങൾ തമ്മിൽ സെപ്പറേഷനൊക്കെ ആണെങ്കിൽ, അകന്ന് നിൽക്കുന്നുണ്ട്, മാറി നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, മെസ്സേജ് വരുന്ന രീതിയിൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അവർ. ഓക്കെ, ഒരു മെസ്സേജ് വരുന്നതായിട്ടും എനിക്കിവിടെ കാണുന്നുണ്ട്. ഫീലിങ്സ് യെസ് അവർക്കുണ്ട്, പേജ് ഓഫ് കപ്സ് എനർജിയാണ്. പക്ഷെ പേജ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരല്പം നമ്മൾ യങ് എനർജി എന്ന് എടുക്കും. അതായത് ഒരു നമ്മൾ പറയില്ലേ, ഒരാളെ കണ്ടു, ഒരാളോട് ഇഷ്ടം തോന്നി, ക്രഷ് തോന്നി, ഫീലിങ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്ന രീതിക്കാണ്. ഓക്കെ, മേ ബി നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ പുതിയതായിട്ട് പരിചയപ്പെട്ട ആൾക്കാരായിരിക്കാം. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ യെസ് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണൽ ഫീലിങ്സ് ഡെവലപ്പ് ആവുന്നുണ്ട്. അല്ല, കുറേ ആയിട്ട് നിങ്ങൾ അറിയുന്നവരാണെങ്കിലും ഓക്കെ, മേ ബി നിങ്ങളുടെ ഒരു സ്റ്റക്ക് പീരീഡ് ഇടയിൽ വന്നിട്ടുണ്ടാവും. നമ്മൾ പറയില്ലേ, കുറേ ആയിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ചില ഒരു ഒന്ന് കാര്യങ്ങളൊന്നും അനങ്ങാത്ത രീതിയിൽ, ഒന്നും എക്സ്പ്രഷൻ ഇല്ല, ഒരു നമ്മൾ യൂസ്ഡ് ആയി പോവില്ലേ, ശീലിച്ചു പോവില്ലേ. സോ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസ് കാരണം നിങ്ങളുടെ ഇടയിൽ ഒരു ചെറിയൊരു ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി അവർ വീണ്ടും ഇപ്പം അവർക്ക് വീണ്ടും ഒരു ഫീലിങ്സ് ആദ്യം ഡെവലപ്പ് ആവുന്ന പോലെയാണ്. ഓക്കെ, ചില സമയത്ത് അങ്ങനെ ഉണ്ടാവാറുണ്ട്, ലൈഫല്ലേ. ഓക്കെ, നമുക്ക് വേറെ ഒന്നും ഇപ്പോൾ കിട്ടിയിട്ടില്ലല്ലോ. യെസ്, കിങ് ഓഫ് വാൻസ് ആണ്. തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് പാഷൻ ഉണ്ട്. ഓക്കെ, പാഷൻ ഉണ്ട്, അട്രാക്ഷൻ ഉണ്ട്, സ്നേഹമുണ്ട് എന്ന രീതിയിലാണ് റിലേഷൻഷിപ്പിനെ അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ഫീലിങ്സും ഉണ്ട്, അട്രാക്ഷനും ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ഫിസിക്കൽ അട്രാക്ഷൻസ് എല്ലാം ഉണ്ട്. സോ യെസ്, റിലേഷൻഷിപ്പിനെ അവർ പാഷനേറ്റായിട്ട് അവർ വളരെയധികം ശരിക്കും നിങ്ങളോട് കെയർ കാണിക്കാനും അങ്ങനെ സ്നേഹം കാണിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്, പ്രകടിപ്പിക്കുന്ന വ്യക്തികളായിരിക്കും. ഇവിടെ സ്റ്റാർ കാർഡാണ്, ഇത് കാണിക്കാൻ പാടില്ല ഞാൻ, സോറി. ഇത് സ്റ്റാർ കാർഡ് ഉണ്ട് ഇവിടെ. ഓക്കെ, സ്റ്റാർ കാർഡ് പറയുന്നത് നമ്മൾ ഒരു പ്രതീക്ഷ, ഹോപ്പ് എന്ന രീതിയിലാണ്. അവർക്ക് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും എന്ന രീതിക്ക് അവർക്കൊരു ഹോപ്പും ഉണ്ട്, ഒരു പ്രതീക്ഷയും ഉണ്ട് എന്നാണ് കാണുന്നത്. ഫീലിങ്സിൽ യെസ് തീർച്ചയായിട്ടും നല്ല ഫീലിങ്സ് ആണ്. ഓക്കെ, നമുക്ക് ഈ സിറ്റുവേഷനിൻ്റെ മുന്നോട്ട് എന്താവും നോക്കാം. ഞാൻ 3 കാർഡായിരുന്നു എടുക്കാൻ ഉദ്ദേശിച്ചത്, സാരി. ഓക്കെ, പേഴ്സൺ സിറ്റുവേഷൻ മുന്നോട്ട് എന്താവും? 5 of Wands, Wheel of Fortune, ദേവന്. ഓക്കെ,
സ്റ്റാർ കാർഡ് അഗൈൻ. ഓക്കെ, അപ്പോഴേ പറഞ്ഞ സ്റ്റാർ കാർഡ് വീണ്ടും വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ കിങ് ഓഫ് കപ്സ്. ഓ മൈ ഗോഡ്, വാവ്, ബ്യൂട്ടിഫുൾ എനർജി. മുന്നോട്ട് ആക്ച്വലി കുറച്ചുകൂടി നല്ല രീതിയിൽ ഡെവലപ്പ് ആവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. മാറ്റങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ ഇതുവരെ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കാതിരുന്നു, പരസ്പരം കോൺഫ്ലിക്റ്റ് വന്നു, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്നു, എന്ത് തന്നെ ആയാലും ശരി, ഓക്കെ, വേറെ ആരെങ്കിലും ഇടപെട്ടിട്ട് നിങ്ങളെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കി, ഗോസിപ്പ് വന്നു, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു, നിങ്ങൾ തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വന്നു, എന്തുണ്ടെങ്കിലും ശരി, ഓക്കെ, എന്ത് തന്നെ ഒരു ഇഷ്യൂ എന്നുള്ളൊരു കാര്യം കണക്കാക്കിയാൽ മതി. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ എന്താണോ പ്രോബ്ലം അത്, ഓക്കെ, അതിൽ നിന്ന് മാറ്റമാണ് വരുന്നത്. ഇവിടെ കാണുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ സമയം മാറി വരുന്നു എന്നാണ്, ആൻഡ് ലക്ക് വരുന്നു എന്നാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ലക്ക് വരുന്നു, ആൻഡ് നല്ലൊരു മാറ്റമാണ് വരുന്നത്. ഒരു കാർമിക് ഒരു മാറ്റം വരുന്ന ഒരു സമയമാണ്. കർമ്മ തീർന്നു വരുന്ന, ആക്ച്വലി കർമ്മ തീർന്ന, യെസ്, ഓക്കെ. എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കർമ്മയാണ് ക്ലിയർ ആവുന്നത്. അതാണ് അർത്ഥം ഇവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ, അപ്പോൾ എന്താണ്, കർമ്മ തീർന്നു വരുമ്പോൾ എന്താവും, കാര്യങ്ങൾ ബെറ്റർ ആയിട്ട് വരാൻ തുടങ്ങും. അങ്ങനെയാണ്. ഓക്കെ, സോ ഇവിടെ എനിക്ക് സിറ്റുവേഷൻസ് മാറി വരുന്നതായിട്ട് കാണുന്നുണ്ട്, കുറെ കൂടി ഹോപ്പ്ഫുൾ ആയിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്, പ്രതീക്ഷയുണ്ട് ഇവിടെ. ഓക്കെ, നല്ലൊരു പ്രതീക്ഷയാണ് എനിക്ക് കാണുന്നത്. എൻ്റെ ഇവിടെ അഗൈൻ സ്റ്റാർ ഉണ്ടായിരുന്നു, സ്റ്റാർ വീണ്ടും വന്നു. ആദ്യം ഞാൻ പറഞ്ഞു, ഇപ്പോഴും വീണ്ടും വന്നു. സോ യെസ്, തീർച്ചയായിട്ടും ഇവിടെ ഒരു പ്രതീക്ഷയുണ്ട്. പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് നിങ്ങൾ വളരെ ഹീലാവും എന്ന് പറയും. ഓക്കെ, ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മൾ വേദനയ്ക്കില്ലേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം കൊണ്ട് നമുക്ക് ആ ഒരു മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾ ഹീലാവും. ഓക്കെ, ആ വിഷമങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും, നിങ്ങളുടെ സിറ്റുവേഷൻ ഹീലാവും എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ കുറെ കൂടി സമാധാനവും സന്തോഷവും എല്ലാം കൊണ്ടുവരും. കിങ് ഓഫ് കപ്സ് എനർജിയാണ്. ഓക്കെ, ബട്ട് ഇതിലൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, കിങ് ഓഫ് കപ്സ് വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തിയാണ്. ഒരുപാട് അവരുള്ളിൽ ഫീലിങ്സ് ഉണ്ടാവും, ഒരുപാട് ലൈക്ക് സ്നേഹം അവരുള്ളിൽ നിറഞ്ഞതായിട്ട് ഇരിക്കും. ഓക്കെ, ബട്ട് അവർ ഇതിലൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവർ പുറത്ത് കാണിക്കില്ല. ഓക്കെ, അതാണ് ഇവരുടെ ഒരു ഇഷ്യൂ. ഓക്കെ, ഇവരെല്ലാം മനസ്സിൽ വെച്ചിരിക്കും. കിങ് ഓഫ് വൺസ് പക്ഷേ ഇവിടെ ഓൾറെഡി നമുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് രണ്ടും കൂടി കാണുമ്പോൾ യെസ്, അവർ ആക്ഷൻ എടുക്കും എന്ന് നമുക്ക് പറയാം. ബട്ട് അറ്റ്ലീസ്റ്റ് മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ദാറ്റ് ഇവർ ഇമ്മച്യൂർ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്, ഒന്നും കാണിക്കുന്നില്ല, വല്ലപ്പോഴും ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നത് അവർ സീരിയസ് ആണോ എന്ന് തോന്നുന്നുണ്ടാവും. ബട്ട് അവരുള്ളിൽ യെസ്, വളരെയധികം സീരിയസ് ആണ് ഈ വ്യക്തി. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അവർ വളരെയധികം സീരിയസ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ബട്ട് നിങ്ങൾക്കത് പുറത്ത് കാണിക്കുന്നില്ല അവർ, അതാണ് പ്രശ്നം. ഓക്കെ, അവർ പുറമേ അത് കാണിക്കാതെ മറച്ചു വെക്കുകയാണ്. ഒന്ന് അവർ ലൈഫ് മീൻസ് നമുക്ക് രണ്ട് വശങ്ങളായിട്ട് പറയാം, ഒരു വ്യക്തിയുടെ തന്നെ രണ്ട് വശം. ഓക്കെ, ഒന്ന് പുറമേ കാണിക്കുന്നതും ഒന്ന് അകത്തുള്ളതും. ഓക്കെ, അത് ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ. മേ ബി അവർ നിങ്ങളോട് തുറന്ന് കാണിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. ബട്ട് യെസ്, അവർക്ക് ഫീലിങ്സ് വളരെ നന്നായി. എനിവേ, ഇപ്പോൾ ഈ നമ്മൾ അമാവാസി കഴിയുന്ന സമയത്ത് എനിക്ക് കാണുന്നത് നിങ്ങളുടെ മെയിനായിട്ട് നിങ്ങളുടെ എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ അത് സോൾവ് ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. ജസ്റ്റ് ഓവറോൾ ഫ്യൂച്ചർ ആക്ഷൻ പേഴ്സൻ്റെ എന്തായിരിക്കും നമുക്ക് നോക്കാം. ആക്ഷൻ സ്പെസിഫിക് ആയിട്ട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ആക്ഷൻ എന്ത് വരാനാണ് സാധ്യത? ബാലൻസ്, ടെമ്പറൻസ്. ഓക്കെ, ഒന്ന് ബാലൻസ് കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിനെ, രണ്ടുപേരുടെയും ലൈഫിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യമായിരിക്കാം ഇത്. അവരുടെ ലൈഫിലുള്ള കാര്യങ്ങളെ, അവർക്ക് വേറെയും പല കാര്യങ്ങളും ചിലപ്പോൾ ഉണ്ടാവാം, സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ മേ ബി കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ളവർക്ക്, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനെ അവർ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഫൈനാൻഷ്യൽ കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം. അതുമാത്രമല്ല, ആക്ച്വലി ഇതൊരു വിഷ് കം ട്രൂ എന്ന് പറയും. ഓക്കെ, അവർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ട് എല്ലാം ബാലൻസിലേക്ക് കൊണ്ടുവരണം, നിങ്ങളുമായിട്ട് ഒത്തൊരു ലൈഫ്. ആക്ച്വലി പെൻറ്റക്കിൾസ് 9 കഴിഞ്ഞ ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസും ഉണ്ട്. യെസ്, അവർ സെലിബ്രേഷനാണ് ആഗ്രഹിക്കുന്നത്. അവർ നിങ്ങളുമായിട്ട് സെലിബ്രേഷൻ, സന്തോഷം, ഒരു ഫാമിലി പോലെ നിങ്ങളെ കൂട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് മേ ബി ആക്ച്വലി യെസ്, ഇത് രണ്ട് ഫാമിലീസ് ബ്ലെൻഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ അതായത് ഒരു മാരേജ് എന്ന രീതിക്ക് എടുക്കും. ഓക്കെ, കുറച്ച് പേർക്ക് മാരേജ് പോസിബിൾ ഉള്ള ആൾക്കാർക്ക് അവരത് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ കാർഡ്സ് ഒക്കെ പറയുന്ന മാരേജിനെ കുറിച്ചാണ്. ഓക്കെ, സോ മേ ബി അവർ പറ്റുന്നവർ നിങ്ങൾക്കൊരു മാരേജ് ഓഫർ തരും. അല്ലാത്തവർ അറ്റ്ലീസ്റ്റ് നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ടെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, അവർ നിങ്ങളെ ഫാമിലി പോലെയാണ് കാണുന്നത്. അവർ നിങ്ങളുടെ, നമ്മൾ പറയില്ലേ സ്വന്തം, എൻ്റെ സ്വന്തം എന്ന് പറയില്ലേ, ആ രീതിക്കാണ് അവർ കാണുന്നത്. ഓക്കെ, മേ ബി ഇപ്പോൾ ഒരു സമയം ബ്രേക്ക് ചിലപ്പോൾ ഉണ്ടാവാം. ഓക്കെ, കുറച്ചൊരു സൈലൻസ് പീരീഡ് ഉണ്ടാവാം ഇടയിൽ. പക്ഷെ അവർ ചിന്തിക്കുന്നത്, അവർ ഇന്റേണലി പോയിട്ട് അവർ അവനവനെ തന്നെ അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. അവനവൻ്റെ ഉള്ളിലേക്ക് അവർ നോക്കുന്നുണ്ട്. ഓക്കെ, അവർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ ബെറ്റർ ആക്കുക എന്നുള്ള ചിന്തയായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ എന്താണ് ഇതുവരെ നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടായത് അതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയായിരിക്കാം. സോ ഒരു സൈലന്റ് പീരീഡ് ഇടയിൽ ഉണ്ടാവാം. ബട്ട് അത് നല്ല ഇനാണ്. ഓക്കെ, ആ നല്ല ഒരു സെലിബ്രേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർ ചിന്തിക്കുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് ഒത്തുകൊണ്ടുവരിക എന്ന രീതിയിലുള്ള ചിന്തയായിരിക്കാം. ഓക്കെ, കുറച്ച് അഡ്വൈസ് കാർഡ്സ് എടുക്കാം നമുക്ക്.
ഓക്കെ, ലെറ്റ്സ് സീ. ഈ അമാവാസി കഴിയുമ്പോൾ അല്ലെങ്കിൽ അടുത്ത 15 ദിവസത്തേക്ക് ഇതിൻ്റെ എനർജി നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. എന്തായിരുന്നു? ചേഞ്ച്, മാറ്റം. ഗുഡ്. ഞാനിപ്പോൾ യൂസ് ചെയ്ത അതേ ഡെക്കുകളാണ്. ജനറൽ റീഡിങ്ങിനും ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്ത്. സോ എനിവേ ഇത് ഗൈഡൻസ് മാത്രമാണ്, നമുക്ക് കുഴപ്പമില്ല. ലെറ്റ്സ് സീ. പീസ്. ഓക്കെ, അഗൈൻ സ്റ്റാർ കാർഡ് നമ്മുടെ പീസ്, ഹീലിംഗ് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി. ഇതും സ്റ്റാർ പോലെ തന്നെ ഉണ്ട് അല്ലേ. അസസിങ്, വെരി ഗുഡ്. ഓക്കെ, ഹെർമിറ്റ് കാർഡായിട്ട് എടുക്കാം. ആൻഡ് അഗൈൻ പേഷ്യൻസ് ഫസ്റ്റ് ജനറൽ റീഡിങ്ങിലും വന്നിരുന്നു. ക്ഷമ. ഹങ്കർ ആൻഡ് അട്രാക്ഷൻ. ഗുഡ്. അഗെയിൻ ബാലൻസ്. ഇവിടെ ടെമ്പറൻസ് ഞാൻ നേരത്തെ കണ്ടത് ടെമ്പറൻസിൻ്റെ കാർഡാണ്. ബാലൻസ് എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ തമ്മിൽ സിറ്റുവേഷനിൽ ഒരു ബാലൻസ് വരും. ഓക്കെ, നിങ്ങൾ തമ്മിലെല്ലാം ഒന്ന് ആക്ച്വലി ഇവിടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഫുൾ മൂണാണ്. ഓക്കെ, മൂണിൻ്റെ ഓരോ ഫേസസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഓരോ ഇതായിട്ട് വന്ന് അവസാനം ഫുൾ മൂൺ എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. സോ യെസ്, ആ അടുത്ത ഫുൾ മൂണിൻ്റെ ഉള്ളിൽ, ഓക്കെ, ഫുൾ മൂണിൻ്റെ ഉള്ളിൽ നിങ്ങൾ തമ്മിൽ ഒരു കുറച്ചുകൂടി ഈ ഒരു അധികം കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ലാതെ ഒരു സ്മൂത്ത് ആയിട്ട് പോകുന്ന തരത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, സമാധാനം ഫീൽ ചെയ്യും എന്ന് പറയാം. റിലേഷൻഷിപ്പിൽ ഒരു സമാധാനം ഫീൽ ചെയ്യും നിങ്ങൾക്ക്. എല്ലാം ഒന്ന് ഓക്കെ ആയിട്ട് പോകുന്നുണ്ടാവും. ഓക്കെ, ആൻഡ് ഇവിടെ അസസിങ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ, ഞാൻ പറഞ്ഞു, അവർ ചിന്തിക്കുന്നുണ്ട്, അവർ ആലോചിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ ബെറ്റർ ആക്കുക, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റോ എല്ലാം അവർ ആലോചിച്ച് ഒരു മാറ്റം കൊണ്ടുവരാൻ തീർച്ചയായിട്ടും അവർ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ പേഷ്യൻസ് പറയുന്നത് നിങ്ങളോട് ക്ഷമ വയ്ക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ദൂരത്ത് ഫുൾ മൂൺ ആണ് നമുക്ക് അഗൈൻ. സോ യെസ്, ഓക്കെ, ഒന്ന് ക്ഷമ വയ്ക്കാം. ഇത് മൂണിൻ്റെ വേറൊരു ഫേസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ. സോ ആൻഡ് ഇത് ഫുൾ മൂൺ ഉണ്ട്. സോ ഡെഫിനറ്റ്ലി യെസ്, അവർ അടുത്തൊരു ഫുൾ മൂണിൻ്റെ ഉള്ളിൽ ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു മാറ്റം നിങ്ങൾക്ക് കാണും തീർച്ചയായിട്ടും. ഓക്കെ, ഇവിടെയും ഫുൾ മൂൺ തന്നെയാണ്, എല്ലാത്തിലും ഫുൾ മൂൺസ് വരുന്നുണ്ട്. വുൾഫ് മൂൺ, ഹങ്കർ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ച്വലി അതും അട്രാക്ഷനുമാണ്. നിങ്ങളോട് അവർക്ക് ഒരുപാട് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നു. കിങ് ഓഫ് ഫോൺസും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അട്രാക്ഷൻ പാഷനൊക്കെ അവർക്ക് കൂടി വരും. ഓക്കെ, ഇപ്പം നമ്മൾ ഓൾറെഡി ഉള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഓക്കെ നിങ്ങൾ തമ്മിലൊന്ന് കുറച്ചുകൂടി ഒന്ന് അടുക്കാനുള്ള കുറച്ചുകൂടി അടുത്ത് ആ ഒരു രീതിക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ സ്നേഹമില്ലാഞ്ഞിട്ടല്ല കേട്ടോ, അത് മാത്രമാണെന്ന് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഫീലിങ്സ് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ആ ഫീലിങ്സിൻ്റെ ഒപ്പം വരുന്ന അട്രാക്ഷനും പാഷനും എല്ലാം വേണമല്ലോ. സോ ആ രീതിക്കാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു വീണ്ടും ഒരു പഴയ പോലെ ഓക്കെ കുറച്ചുകൂടി ഒരു അട്രാക്ഷനായിട്ടൊക്കെ കാണുന്നുണ്ട്. ഞാനിവിടെ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യം, ഇതിൽ 9 ഉണ്ട്, ഇവിടെയും 9 ആണ്, ഇതിലും ഒരു 9 ഉണ്ട്. സോ എന്തോ 9 എനിക്ക് ഫീൽ ചെയ്തു. 999 ആക്ച്വലി 9 നമ്മൾ പറയുമ്പോൾ ഒരു ഓൾമോസ്റ്റ് എൻഡിങ് എന്ന രീതിക്കാണ് എടുക്കാം. എനിക്ക് എൻഡിങ് കഴിഞ്ഞ് ഒരു ന്യൂ ബിഗിനിങ് വരാൻ പോകുന്നു എന്നുള്ള രീതി പറയും. സോ യെസ്, ഇപ്പോൾ അമാവാസിയാണ് എന്തായാലും. അമാവാസി എന്ന് പറയുമ്പോൾ എൻഡിങ് എന്നെടുക്കാം നമുക്കല്ലേ. അത് കഴിയുമ്പോൾ ഒരു പുതിയ തുടക്കം വരാൻ പോകുന്നു എന്നെടുക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ഇത് 10 ആയിരുന്നു. സോ 10 അഗൈൻ 1 ആണ്. സോ യെസ്, ഒരു പുതിയ തുടക്കം, പുതിയ സ്റ്റാർട്ടിങ് എനിക്ക് ആക്ച്വലി യെസ് ഇത് 11 ആണ്. അപ്പോൾ ഇവിടെയും 1 ആണ്. 1 ഉണ്ട്. 1 സോറി. ഓക്കെ, സോ അഗൈൻ നമ്പേഴ്സ് കോയിൻസിഡൻസ് ഉണ്ട് ഇവിടെ. 9 കഴിഞ്ഞ് ഇവിടെ 1ലേക്ക് വന്നിട്ടുണ്ട്. സോ യെസ്, ന്യൂ ബിഗിനിങ് എന്ന രീതിക്ക് കാണുന്നുണ്ട്. ആൻഡ് 4 എനിവേ 8 ടോട്ടൽ 8 സ്റ്റെബിലിറ്റിയുടെ നമ്പറാണ്. വെരി ഗുഡ്. ഓക്കെ, കർമ്മ ഉണ്ടെങ്കിൽ കർമ്മ തീരുന്നു എന്ന രീതിയിലാണ്. സോ ഗുഡ്. ഓവറോൾ ഞാൻ പറഞ്ഞ പോലെ മെയിനായിട്ട് ഇവിടുത്തെ ഐ തിങ്ക് ഫോക്കസ് ഇതാണ്, വീൽ ഓഫ് ഫോർച്യൂൺ. ഓക്കെ, ഒരു സമയം ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പോകുന്നു എന്നാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബെറ്റർ ആവാൻ പോകുന്നു എന്ന രീതിക്കാണ്. ഇപ്പോൾ ഐ തിങ്ക് നിങ്ങളൊന്ന് പരസ്പരം മേ ബി സംസാരിക്കാൻ ശ്രമിക്കുക, കോംപ്രമൈസിന് ശ്രമിക്കുക. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക പേഴ്സണുമായിട്ട്. ഐ തിങ്ക് അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, മേ ബി ഒന്നിരുന്ന് സംസാരിച്ച് എന്താണ് മീൻസ് ഒരിക്കലും കുറ്റപ്പെടുത്തലായിട്ട് പറയാതിരിക്കുക. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് പറയാം ദാറ്റ് ഇന്ന കാര്യം എന്നെ ഹേർട്ട് ചെയ്തു എന്ന രീതിക്ക് ഒന്ന് പറയാൻ ശ്രമിക്കൂ. ഓക്കെ, പേഴ്സൺ കേൾക്കാൻ തയ്യാറാവും. ആക്ച്വലി ഈ ഒരു സമയം ഐ തിങ്ക് അങ്ങനെയാണ്, പേഴ്സണും ഒന്ന് കേൾക്കാൻ തയ്യാറായിരിക്കും. സോഫ്റ്റായിട്ട് പറയാം. ഓക്കെ, കാര്യങ്ങൾ പരസ്പരം സംസാരിച്ച് എന്താണ് നമ്മൾ മുന്നോട്ട് എന്താ വേണ്ടത്, ഞാൻ എന്തെങ്കിലും നമ്മളെപ്പോഴും നമ്മുടെ ഭാഗത്തുനിന്നും പറയാം. നമ്മൾ പെർഫെക്റ്റ് ആവണം നിർബന്ധമില്ല അല്ലേ. ചോദിച്ചു നോക്കുക, ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന മിസ്റ്റേക്ക് ഉണ്ടോ, എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ എന്തെങ്കിലും മാറ്റാനുണ്ടോ, അതുകൂടി അറിയണ്ടേ, അതും വേണം. ഓക്കെ, സോ അങ്ങനെ ഒരു നല്ല റിലേഷൻ മുന്നോട്ട് പോകുള്ളൂ എപ്പോഴും. സോ ആ രീതിക്ക് നിങ്ങൾക്ക് എന്തായാലും പോസിറ്റീവായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അട്രാക്ഷൻസ് ഡെവലപ്പ് ആവുന്നതായിട്ട് മേ ബി ന്യൂ വ്യക്തിയായിരിക്കാം ചിലപ്പോൾ കുറച്ച് പേർക്ക്. നമുക്ക് പേജ് ഓഫ് കപ്സ് വന്ന സ്ഥിതിക്ക് ഓക്കെ, എന്തായാലും ശരി, നല്ലൊരു ഇതാണ് റീഡിംഗ് ആണ്. കുറച്ചൊരു അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടെങ്കിൽ തന്നെ അത് ബെറ്റർ ആവും. ഓക്കെ, ന്യൂ മുണ്ട് റെമഡീസ് ഒക്കെ ഒന്ന് ചെയ്യാം, ഞാൻ ലിങ്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ഗുഡ് നൈറ്റ്.